സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 200 സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ ഗൈസ്, 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല. എൻ്റെ റീസെൻ്റായി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് 2 ദിവസം ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ഫാമിലിയിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ടൗണിലായിരുന്നു പോയതാണ്. സോ അത്ര വലിയ ഇതൊന്നുമില്ല എങ്കിലും അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഭയങ്കര ലേറ്റായി പോയത്. സോ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, അതായത് എൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. അല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് കണ്ടോ. അതിനകത്ത് കണ്ടിന്യൂഷൻ എന്ന് പറയാൻ വലുതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എനിവേ, ഇപ്പം നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് അന്ന് ആയില്ലായിരുന്നു. ഇപ്പോൾ 200+ ആയി. ഞാൻ 200+ ആയി എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അത് 203 ആയിരിക്കും, അല്ലെങ്കിൽ 204 ആയിരിക്കും. പിന്നെ കുറേയും കൂടിയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് 200+ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞത്. സോ എനിവേ, നമ്മൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഉമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് പറയാതെ ആയിരുന്നു നോക്കിയത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഉമ്മയുടെ റിയാക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ആദ്യമേ കുറച്ച് പുച്ഛമായിരുന്നു. എങ്കിലും വലിയ കാര്യമാക്കിയില്ല ഇത് അറിഞ്ഞപ്പോൾ. അതായത് വലിയ കാര്യമാണ് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുന്നത് എന്നൊരിതില്ലേ, അതൊന്നും കാണിച്ചില്ല. ആൻഡ് കുറച്ച് ആദ്യമേയൊക്കെ അങ്ങനെ സപ്പോർട്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ടല്ല. ആൻഡ് സപ്പോർട്ടില്ലേന്ന് ചോദിച്ചാൽ കുറച്ച് സപ്പോർട്ട് കാണിക്കത്തില്ലെങ്കിലും വീഡിയോ എടുക്കുന്നതിനൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. എഡിറ്റ് ചെയ്യാൻ താമസിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നിന്നെ കൊണ്ട് പൂട്ടിക്കും നിർത്തിക്കും, പിന്നെ ഈ ഫോൺ കിട്ടത്തില്ല, പത്തായില്ലേ, അങ്ങനെയൊക്കെ പറയും. അതാണ് ഉമ്മയുടെ ഭാഗം. പിന്നെ വാപ്പയുടെ ഭാഗത്ത് നിന്ന് പരമപുച്ഛം മാത്രം, വേറെ സപ്പോർട്ടൊന്നുമില്ല. ഉമ്മയായാലും വാപ്പയായാലും അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല. എങ്കിലും വാപ്പയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഉമ്മയ്ക്ക് ഒന്നും അങ്ങനെ പറയത്തില്ല. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ഫ്രണ്ട്സിൽ ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, നീ വീഡിയോസൊക്കെ ഇട്ടോ, നിൻ്റെ ചാനലിൻ്റെ പേരെന്താ, ഞാൻ ചെന്ന് നോക്കട്ടെ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. ആൻഡ് ഒരു ഫ്രണ്ട്, പിന്നെ കുറേ ഓൺലൈൻ ഫ്രണ്ട്സും വേറെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത്, നീ എൻ്റെ ഫ്രണ്ടാന്ന് പറയാൻ എനിക്ക് എന്താണ് അപമാനമാണ്, എനിക്ക് തന്നെ ഒരു അപമാനമാണ്. നീ എൻ്റെ ഫ്രണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോക്കൊക്കെ ആയിരുന്നു. ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ ഫസ്റ്റ് വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവൾ ഇങ്ങനെ നമ്മളായാലും ഒരു താല്പര്യം കാണുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം പറയുമ്പോൾ അവൾക്കൊരു പരമ പുച്ഛമായിരുന്നു. പിന്നീട് അവളായിരുന്നു എനിക്ക് സപ്പോർട്ടായിരുന്നു, എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. യൂട്യൂബിൽ എപ്പോഴും വന്ന് ലൈക്ക് അടിപ്പിക്കുമായിരുന്നു എല്ലാവരും കൊണ്ട്, അറിയാവുന്നവരെ കൊണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ആൻഡ് അവൾ വന്ന് ഇടയ്ക്കൂടെ വന്നിട്ട് ഇത്താന്ന രീതിയിൽ കമൻറ്റ് ഇടും. ആൻഡ് അതായത് ഒരു വില്ലേജ് അങ്ങനത്തെ ചാനലിൽ നിന്ന് വന്നിട്ട് ആൻഡ് അതൊക്കെ ഇടും. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം ഇതായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് കസിൻസിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും അപ്പുറം സപ്പോർട്ടായിരുന്നു കിട്ടിയത്. അതേപോലെ തന്നെ അതായത് ഞാനങ്ങനെ പ്രതീക്ഷിക്കാതിരുന്നത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആകുമ്പോൾ കസിൻസിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ആയിരിക്കും എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പം. അപ്പം എൻ്റെ എല്ലാ കസിൻസിനൊന്നും അറിയത്തില്ല, എൻ്റെ 2-3 കസിൻസിന് മാത്രമേ അറിയത്തുള്ളൂ. അതായത് എൻ്റെ വാപ്പയുടെ സൈഡിൽ നിന്ന് ഒരാൾക്കും എൻ്റെ ഉമ്മയുടെ സൈഡിൽ നിന്ന് 2 അറിയത്തുള്ളൂ. അതായത് വാപ്പയുടെ സൈഡിൽ നിന്നുള്ള ഒരാൾ പറയുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ്, സാരി ഡ്രസ്സ് എടുക്കാൻ പോകുന്ന, അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റില്ല, അതേപോലെ അങ്ങനത്തെ ഹൽദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാനായിരിക്കും, വ്ളോഗ് എടുത്ത് നമ്മളുടെ ചാനലിൽ ഫുൾ അങ്ങ് അപ്ലോഡാക്കും കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറയായിരുന്നു. ആളിപ്പോൾ ഗൾഫിൽ പോയായിരുന്നു ഇന്നലെ. അപ്പം ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഉള്ള നൈബേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഫോണിൽ നിന്ന് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ആൻഡ് എന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊന്ന് താങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ സപ്പോർട്ടൊക്കെയാണ്. ആൻഡ് ഉമ്മയുടെ സൈഡിൽ നിന്ന് ഒരാൾ ഓൾറെഡി കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഫസ്റ്റൊക്കെ ആൾ കോമഡി വീഡിയോസായിരുന്നു ചെയ്യുന്നത്, ലൈക്ക് ഹാഷിർ, ഫ്രാങ്കി സുഹൈൽ, അമീൻ, അങ്ങനത്തെ കുറേ ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസായിരുന്നു ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇപ്പോൾ ആൾ ഒറ്റയ്ക്കാണ്, അതായത് ഈ വ്ളോഗിങ് ആണ് ചെയ്യുന്നത്, എൻ്റെ അതേ സൈസ്. അതിന് ഇൻസ്റ്റയിൽ വീഡിയോ ആണ് കൂടുതലിടുന്നത്, യൂട്യൂബിലും ഇടും, പക്ഷേ മെയിൻ ഫോക്കസ് ഇൻസ്റ്റയിലാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, എനിക്കൊരു സപ്പോർട്ട് തരുമോ, അതായത് എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ താങ്ങ് മേടിച്ചിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ വീട്ടുകാരും ഇതാണ്, വീട്ടുകാർ ഇനിയിപ്പം ഇങ്ങനെ മോൾ ഏതെങ്കിലും വ്ളോഗ് ചെയ്യുന്നല്ലോ എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ട് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. സോ എനിക്ക് നല്ല പേടിയാണ് ഇൻസ്റ്റ വീഡിയോ ഇടാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇൻസ്റ്റ വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു മോട്ടിവേഷൻ തരുമോയെന്ന്. ആൻഡ് ആളുടെ മോട്ടിവേഷൻ ഞാനിപ്പോൾ കേൾപ്പിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് നീ
യൂട്യൂബിൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റ വീഡിയോ തുടങ്ങിയാലും നിന്നെ എല്ലാവരും കളിയാക്കും. എന്നെയും കളിയാക്കുന്നുണ്ട്, ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് എവിടെ നിന്നറിയാമെന്ന് അറിയോ? നമുക്ക് ഒരിക്കലും നമ്മുടെ കൂട്ടാടെയും സപ്പോർട്ട് വരത്തില്ല, മേ ബി വീട്ടാടെയൊന്നും വരത്തില്ല. ഇപ്പൊ റിലേറ്റീവ്സ് ഉണ്ട്, മിക്കവാറും അവിടെയൊന്നും വേറില്ല. വരുന്നത് പുറത്തുനിന്നാ, നമ്മൾ ഒരിക്കൽ പോലും കാണാത്തവരായിരിക്കും. സത്യമായിട്ട് എനിക്കിപ്പോൾ 1000 ഫോളോവേഴ്സൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് മനസ്സിലാക്കി കുറച്ച് ആലോചിച്ച് പറയുക, പുറത്തുനിന്ന് സപ്പോർട്ട് നമുക്ക് എന്തായാലും വരും. നമ്മളറിയാത്തവർ നമ്മുടെ ഇങ്ങോട്ട് സംസാരിക്കും. എനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് വെച്ച് പറയുക, ഞാൻ എന്തിന് ലേണേഴ്സിന് ഞാനിപ്പോ പോയപ്പോ തന്നെ ഒരു ചേച്ചി ഇങ്ങോട്ടൊന്ന് പറഞ്ഞ്, അറിയാം വീഡിയോ കാണുന്നുണ്ട്, അടിപൊളിയാണ്. ഇതണക്കൊരു 10-12 പേര് എനിക്കറിയാത്തത്രയും പേര് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നീ തുടങ്ങുവാണെങ്കിൽ തുടങ്ങണം, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. നീ മറ്റുള്ളവർ കളിയാക്കി നോക്കി തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ നോക്കിയിട്ടൊരു കാര്യമില്ല. കാരണം നീ എന്തോ ഇതായാലും അവർ കുറ്റം പറയും. മനസ്സിലായില്ലേ? അത് അങ്ങനാണത്. അത് പ്രകൃതി നിയമമാണ്. നമ്മളിനി എന്ത് മാങ്ങാത്ത കാണിച്ചാലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് നേച്ചർ അങ്ങനെയാണ് എല്ലാവരുടെയും. സോ തുടങ്ങുക, ക്ലിക്കായി തുടങ്ങിയാൽ കുറ്റം നിൽക്കും. മനസ്സിലായില്ലേ? എനിക്കിപ്പോഴും നല്ല രീതിക്ക് ഊക്ക് കിട്ടുന്നുണ്ട്, അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. ക്ലിക്കാകുമ്പം ഇതൊക്കെ മാറുമെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? തുടങ്ങുക, അത്രേ ഉള്ളൂ. എല്ലാവരും വോയിസൊക്കെ കേട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വോയിസ് ഇടാൻ കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ്, അതായത് നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആൻഡ് കുറേ പേര് ഇപ്പോൾ റിപ്ലൈ കൊടുത്ത് ഫ്രണ്ട്സായി കഴിഞ്ഞു. ആൻഡ് അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് വിട്ടിട്ടത്. ആൻഡ് പെർമിഷനോട് കൂടി തന്നെയാണ് ഞാൻ ഇട്ടത്. ആൻഡ് ഞാൻ ചോദിച്ചു ഈ ഒരു വോയിസ് ഞാനങ്ങ് എടുത്തോട്ടെ എന്ന്. അപ്പം എടുത്തോ എന്നാണ് പറഞ്ഞത്, അല്ലാതെ എടുക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇവിടെ ഇട്ടത്. ആൻഡ് എനിവേസ്, ഞാൻ വേറൊരു കസിൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആളെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോസൊക്കെ കൊള്ളാമല്ലോ, അടിപൊളിയായിട്ടുള്ളല്ലോ, സമ്മതിയിലൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളും നല്ല അത്യാവശ്യം സപ്പോർട്ടാണ്. ആൻഡ് പിന്നെ അവിടെ കസിൻ്റെ വീട്ടിൽ തന്നെ വേറെ കസിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൻഡ് ആൾക്ക് കാണിച്ചു കൊടുത്തേ, ആരും അറിയണ്ട കേട്ടോ, നമ്മൾ മാത്രം അറിയാൻ മതി എന്നും പറയും. ആൾക്ക് കാണിച്ചു കൊടുത്താണ്. ആൾ കൊച്ചാണ്, 4-5 എന്തോ പഠിക്കുന്നതാണ്. ആൻഡ് ആൾ പറഞ്ഞത്, സമ്മതിച്ച് ഇത്രയും നാളുകൊണ്ട് ഇത്രയൊക്കെ നേടിയില്ല, അതുകൊണ്ട് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സപ്പോർട്ട് ചെയ്തു. ആൻഡ് അങ്ങനെ കസിൻസിൻ്റെ കയ്യിൽ നിന്ന് അപാര സപ്പോർട്ടായിരുന്നു. മാഷാഅല്ലാഹ്. ഇനി വേറെ കസിൻസൊക്കെ അറിയാനുണ്ട്. അവരറിയുമ്പോൾ ഇനിയിപ്പം എനിക്ക് ഊക്ക് കിട്ടുമോ താങ്ങ് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേസ്, ഇതാണ് എൻ്റെ ഈ ഒരു എല്ലാവരുടെയും റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. സോ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് മ്യൂസിക്, രണ്ടാമത്തെ ആനിമി. എന്തെന്ന് പറഞ്ഞാൽ ആനിമി രണ്ടാമതായി പോയത് എന്ന് ഇപ്പം എനിക്ക് എന്നോടുള്ള പ്രാന്ത് കുറഞ്ഞു. നേരത്തെ പ്രാന്തായിരുന്നു ആനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഞാൻ കാണുന്നേ ഇല്ല. ഇപ്പം ഒരു 2-3 മാസമായി കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അതിനുള്ളൊരു പ്രാന്ത് കുറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു ദിവസം പോലും ഞാനിപ്പോൾ പാട്ട് കേൾക്കാൻ ഉറങ്ങാറില്ല, ഉറക്കം വരാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കേട്ടില്ലേ തന്നെ ഒരുമാതിരിയാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആണ് ഈ MH ചാരു, അതുപോലെ തന്നെ ലിൽ പൈനൊക്കെ. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ടൊക്കെ നല്ല രസമാണ്. അവർക്കൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ നല്ല പ്യുവർ സോൾസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ എത്ര ജാടയില്ലാത്ത ടൈപ്പ്, എങ്കിലും നല്ല രസമാണ് അവരുടെ സൗണ്ടൊക്കെ കേൾക്കാൻ. അത് തന്നെ കാരണം. ആൻഡ് അവരുടെ ക്യാരക്ടർ മാത്രമല്ല, അവരുടെ പാട്ടും അത്രത്തോളം എനിക്കിഷ്ടമാണ്. സോ അതാണ് എനിക്ക് മ്യൂസിക്കിൽ പറയാനുള്ളത്. പിന്നെ ആനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഡീമൺ സ്ലെയറാണ്. അതായത് എൻ്റെ ഫേവറേറ്റ് ആനിമി സീരീസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹാഷിറ മുയിച്ചിറോ ആണ്. ആൻഡ് ഡീമൺ സ്ലെയർ നമ്മുടെ സെനിറ്റ്സു, ഞാൻ നേരത്തെ ഒക്കെ ചാനൽ ഫസ്റ്റിലെ സെനിറ്റ്സുവിൻ്റെ ഒരു ഇതാണ് ഇട്ടിരുന്നത്. എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇപ്പോൾ ഞാൻ സെനിറ്റ്സുവിൻ്റെ പിക്കാണ് ഇട്ടേക്കുന്നത്. ആൻഡ് അതാണ് എനിക്ക് ഇത് രണ്ടുമാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ കണ്ടൻറ് ക്രിയേഷൻ, അതിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അത് നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത്രയും പേര് റിയാക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം കത്തിക്കാണുമല്ലോ അതിനോടുള്ളൊരു ഇഷ്ടം. ഇത്രയും പേര് എതിർത്തിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നത് എന്തോ എനിക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു ചാനൽ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും എൻ്റെ വീഡിയോസ്. എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ബോറായോ അതോ കൊള്ളായിരുന്നോ, ആൻഡ് ഈ ഒരു വീഡിയോയുടെ
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. അപ്പം അത്രത്തോളം നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. ആൻഡ് ഞാൻ ഫേസ് കാണിക്കാത്ത എന്നൊന്നും ഞാൻ പറയാമായിരുന്നല്ലോ, എനിക്ക് പറ്റത്തില്ല ഫേസ് കാണിച്ച് കഴിഞ്ഞാൽ. അത് തന്നെ റീസൺ. പിന്നെ ആനിമയുടെ കാര്യം, വേറൊരു കാര്യം വിട്ടുപോയി. ആനിമ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആരും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറീസൊക്കെ ഇടുമ്പോൾ അവരാണെങ്കിൽ എന്ത് ഈ കാർട്ടൂണൊക്കെ ഇങ്ങനെ പിടിച്ച് സ്റ്റോറി ഇടുന്നതെന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ആനിമ ഇഷ്ടമാണ്, അത് തന്നെ കാരണം. അതേപോലെ മ്യൂസിക് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ കേൾക്കലില്ലെന്ന് തോന്നുന്നെങ്കിലും അവർ ഈ ട്രെൻഡ് ആവുന്ന സമയത്ത് അവർ കേട്ട് എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഭയങ്കര സംഭവങ്ങളായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കാണാം. ബൈ.